Hello dear students, here is again chemistry class by Asna ma'am, and today we are going to learn our second chapter part 4 basic constituents of matter. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു പാർട്ട് 3 എല്ലാം. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ മിസ്സിൻ്റെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കണം കേട്ടോ. ദെൻ മിസ്സിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്നുള്ള ചാനൽ. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇതിൽ കാണാൻ കഴിയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേ ലിസ്റ്റ് ഉണ്ട്. ആ പ്ലേ ലിസ്റ്റിൽ പോയാൽ മിസ് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 അങ്ങനെയായിട്ട് എല്ലാതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ആറ്റംസിനെ കുറിച്ചെല്ലാം. അപ്പോൾ ഈ ആറ്റം എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തതെന്നറിയോ നിങ്ങൾക്ക്? ആറ്റം എന്നത് ലാറ്റിൻ വേർഡായ അറ്റോമോസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഈ വേർഡിൻ്റെ മീനിങ് സംതിങ് ഈസ് ഇൻഡിവിസിബിൾ, നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് കേട്ടോ. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നന്നായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു സേജിൻ്റെ പിക്ചർ കാണാൻ കഴിയുന്നുണ്ട് ഇല്ലേ? ഇതാരാണെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ പേരാണ് കനാദൻ മുനി എന്നൊക്കെ കേട്ടിട്ടില്ലേ? യെസ്, അതുപോലെ ഞാൻ വേറെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പിക്ചർ കാണിച്ചു തരാം. നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോഴൊക്കെ നന്നായി ഓർത്ത് വെക്കണം. യെസ്, ഇത് വേറെ ഒരു സയൻറ്റിസ്റ്റ്, ദെൻ തിങ്കറാണ് കേട്ടോ. ദെൻ ഇത് വേറെ ഒരു സയൻറ്റിസ്റ്റ്. ഇനി ഇവരുടെയൊക്കെ പേരെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ജോൺ ഡാൾട്ടൺ. എന്തും ഓർമ്മിച്ച് വെക്കേണ്ട കുറച്ച് പേഴ്സൺസാണ് ഇവരെല്ലാം. നമുക്ക് കെമിസ്ട്രി ആ ബേസിക് നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നവരാണ് ഇവരെല്ലാം. ദെൻ നെക്സ്റ്റ് കനാദൻ, ദെൻ ഡെമോക്രിറ്റസ്. ഇനി ഇവരുടെയൊക്കെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു പരമാണുവിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന്, ഓരോ പരമാണുക്കൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് നമ്മളെ ആദ്യമായി നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞവരാണ് കനാദൻ മുനിയും അതുപോലെ ഡെമോക്രിറ്റസും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജോൺ ഡാൾട്ടൺ. ഈ സയൻറ്റിസ്റ്റാണ് ആറ്റംസിൻ്റെ മോഡേൺ തിയറി കണ്ടുപിടിച്ചത്. ആറ്റം എന്നുള്ള ആ ഒരു വേർഡും അതുപോലെ അതൊക്കെ നമുക്ക് കൂടുതലായി പഠിപ്പിച്ചു തന്ന പേഴ്സണാണ്, സയൻറ്റിസ്റ്റാണ് ജോൺ ഡാൾട്ടൺ. ദെൻ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിങ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എലമെൻസിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? യെസ്, ഓരോ സിമ്പിൾസ് കൊടുത്തിട്ട് നമ്മൾ എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിച്ചു. ഹൈഡ്രജൻ H ആയിട്ടും ഓക്സിജൻ O ആയിട്ടും അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ആറ്റംസിനെയും മോളിക്യൂൾസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. The symbol of helium He. When we write He, it represents one atom of the element helium. What does 2He represent? ഓക്കെ, നമ്മളിപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ സിമ്പിൾ ഹീലിയം എക്സാമ്പിൾ, അതിന് He എന്ന് എഴുതി. അപ്പോൾ He എന്ന് എഴുതിയാൽ അതിനർത്ഥം ഒരു ആറ്റമാണ്, ആ എലമെൻറ്റിൻ്റെ ഒരു ആറ്റം. സോ വാട്ട് ഡസ് 2He റെപ്രസെൻറ്റ്? അപ്പോൾ 2He എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? യെസ്, 2 മോളിക്യൂൾസ് ഓഫ് He അഥവാ 2 ആറ്റംസ്. അതിൽ ഈ ഹീലിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹീലിയം മാത്രമല്ല ഇവരെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ലുക്ക്, എലമെൻറ്റ്സ് ലൈക്ക് ഹീലിയം, നിയോൺ, ആർഗൺ എക്സെട്ര ആർ ഇൻ സീൻ നാച്ചർ as single atoms. They are monoatomic molecules. Their molecules can also be represented as He, Ne, Ar, etc. Okay, ഇപ്പോൾ ഹീലിയം, നിയോൺ, ആർഗൺ അങ്ങനത്തെ എലമെൻറ്റ്സ് ഒക്കെ അവർ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അവർ സിംഗിളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, സിംഗിളായിട്ടാണ് അവർ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്.
സോ അവരുടെ മോളിക്യൂൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാനും ആ ഒരു സിമ്പിൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ HE എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ അത് HE ആറ്റമായിട്ടും, അതുപോലെ 2HE എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ അത് ഒരു മോളിക്യൂൾ. ഓക്കെ, 2 ആറ്റമുള്ള ഒരു മോളിക്യൂൾ. അത് അങ്ങനെയാണ് ഈ മോണോ ആറ്റോമിക് മോളിക്യൂൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവരുടെ സിമ്പിൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ മോളിക്യൂൾസിൽ വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ ആവശ്യമുണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ മോണോ ആറ്റോമിക് മോളിക്യൂൾസ് എന്ന വേർഡ് വന്നുകൊണ്ട്, സോ നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഫസ്റ്റ് മോളിക്യൂൾസ്. ദെൻ മോളിക്യൂൾസിൻ്റെ ഫസ്റ്റ് വൺ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? മോണോ ആറ്റോമിക് മോളിക്യൂൾസ് ആയി ക്ലാസിഫൈ ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ diatomic molecules. Then third one is polyatomic molecules. ഇങ്ങനെ മോളിക്യൂൾസിനെ 3 എന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി ഇതെന്താണെന്ന് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. എലമെൻറ്റ്സ് ലൈക്ക് ഹൈഡ്രജൻ എക്സിസ്റ്റ് as diatomic molecules. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഹൈഡ്രജൻ എലമെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് H എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചു. ബട്ട് അവർ അറ്റ്മോസ്ഫിയറിൽ സിംഗിളായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, എപ്പോഴും ഡബിളായിട്ടാണ്. സോ അതിനെ പറയുന്നതാണ് ഡയാറ്റോമിക് മോളിക്യൂൾസ്. ദെൻ ഹൈഡ്രജൻ ആറ്റം ഈസ് റെപ്രസെൻറ്റഡ് ആസ് H. ആൻഡ് ഹൗ അബൌട്ട് ഇറ്റ്സ് മോളിക്യൂൾ? അതിൻ്റെ മോളിക്യൂൾസിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? ഹൈഡ്രജൻ ആറ്റത്തിനെ H എന്ന് പറഞ്ഞ് നമ്മൾ സൂചിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മോളിക്യൂളിന് H2 റെപ്രസെൻറ്റ് എ ഹൈഡ്രജൻ മോളിക്യൂൾ. H2 Hൻ്റെ സബ്സ്ക്രിപ്റ്റായിട്ട് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ കാണുന്നില്ല നിങ്ങൾ? ഇവിടെ H2 അതിൻ്റെ 2 എവിടെയായിട്ടാണ്? തൊട്ട് താഴെ ഹൈഡ്രജൻ്റെ ഒരു സബ്സ്ക്രിപ്റ്റായിട്ട് 2 റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന പേരാണ് ഹൈഡ്രജൻ മോളിക്യൂൾ. ഓക്കെ, ദെൻ നമുക്ക് വീണ്ടും നോക്കാം. സം എലമെൻറ്റ്സ് എക്സിസ്റ്റ് as മോളിക്യൂൾസ് ഓഫ് മോർ ദാൻ 2 ആറ്റംസ്. അതിന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ചില മോളിക്യൂൾസ്, ചില എലമെൻറ്റ്സ് 2 ആറ്റംസ് അല്ല, മോളിക്യൂൾസ് ആയിട്ടല്ല, അതിലും കൂടുതലായിട്ടുള്ള ആറ്റംസ് ഉണ്ടാവും. അതേതാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സൾഫർ, ഫോസ്ഫറസ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് എലമെൻറ്റ്സ്. ദേ ആർ കോൾഡ് പോളി ആറ്റോമിക് മോളിക്യൂൾസ്. അതിൽ പോളി എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ. അപ്പോൾ അത് 2-ലധികം. സോ ഇവരെ പറയുന്നതാണ് പോളി ആറ്റോമിക് മോളിക്യൂൾസ്. ദെൻ എന്താണ് മോണോ ആറ്റോമിക് മോളിക്യൂൾസ്? നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് കണ്ടു നോക്കാം. സോ മോളിക്യൂൾസ് വിത്ത് ഓൺലി 1 ആറ്റം ആർ കോൾഡ് മോണോ ആറ്റോമിക് മോളിക്യൂൾസ്. മോളിക്യൂൾസിൽ വെറും ഒരു ആറ്റം ഉള്ളതിനെ നമ്മൾ പറയുന്നതാണ് mono atomic molecules. Then what about diatomic molecules? Molecules with 2 atoms each are called diatomic molecules. ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉള്ളതിനാണ് നമ്മൾ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ what about polyatomic molecules? Molecules with more than 2 atoms are called polyatomic molecules. 2 ആറ്റത്തിലും കൂടുതലുള്ളതാണ് നമ്മൾ പോളിയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കും. സോ ഇതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഇൻ മോണോ ആറ്റോമിക് മോളിക്യൂൾസ് ദ നമ്പർ ഗിവൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സിമ്പിൾ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്. നമ്മളിപ്പോൾ മോണോ ആറ്റോമിക് മോളിക്യൂൾസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. സോ അതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2HE എന്ന് നമ്മൾ എഴുതി. ഇനി ദ നമ്പർ ഗിവൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സിമ്പിൾ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ്. അപ്പോൾ മോണോ ആറ്റോമിക് മോളിക്യൂൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 എന്ന് കാണിക്കുന്നുണ്ട് ഹീലിയത്തിൻ്റെ. സോ അവിടെ ആ 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു എലമെൻറ്റിൽ എത്ര മോളിക്യൂൾ ഉണ്ടോ അത്രയും തന്നെ ആറ്റംസ് ഉണ്ട്. അത് രണ്ടും ഈക്വലാണ്. അപ്പോൾ അവിടെ 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസും അതുപോലെ നമ്പർ ഓഫ് ആറ്റംസും ആണ്. അപ്പോൾ ഈ 2HE എന്ന് എഴുതിയതിൽ 2 മോളിക്യൂൾ ഹീലിയമുണ്ട്, 2 ആറ്റം ഹീലിയമുണ്ട്. അങ്ങനെയാണ് മോണോ ആറ്റോമിക് മോളിക്യൂൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇൻ പോളി ആറ്റോമിക് മോളിക്യൂൾസ് ദ സബ്സ്ക്രിപ്റ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ സിമ്പിൾ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ആറ്റംസ് വിത്തിൻ 1 മോളിക്യൂൾ. ഇനി ഇപ്പോൾ പോളി ആറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഫോർ എക്സാമ്പിൾ നോക്കുക, 2H2 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഹൈഡ്രജൻ്റെ
റൈറ്റ് സൈഡിൽ കിടക്കുന്ന സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കിടക്കുന്ന 2 എന്ന് പറയുന്നത് അതിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ്. ദെൻ ഇപ്പോഴത്തെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് ഇൻഡിക്കേറ്റഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡിൽ. ഇനി അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 ആണ്. റൈറ്റ് സൈഡിൽ കിടക്കുന്ന 2 ആണ്. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും നെക്സ്റ്റ് ഞാനൊരു ടേബിൾ കാണിച്ചു തരുമ്പോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് classify the following molecules into monoatomic, diatomic and polyatomic. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം. H2Cl2 P4 O2 S8 He and RaR. ഇനി ഇവരെല്ലാം നമുക്ക് ക്ലാസിഫൈ ചെയ്യണം മോണോആറ്റോമിക്, ഡയറ്റോമിക് ആൻഡ് പോളിയാറ്റോമിക് മോളിക്യൂൾസ് ആയിട്ട്. നമുക്ക് സിമ്പിളാണ്, വളരെ സിമ്പിളാണ് അല്ലേ. സോ മോണോ ആറ്റോമിക് ആയിട്ട് ഇതിൽ ഏതെല്ലാം പെടും? യെസ്, He പെടും, ആർഗൺ AR. ദെൻ ഡയറ്റോമിക് ആയിട്ട് H2 Cl2 and O2. Then polyatomic P4 and S8. Then next one നമുക്ക് നോക്കാം. In the table given below, write the number of molecules and the total number of atoms. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു ടേബിൾ കാണിച്ചാൽ അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് അതോ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതൊരു സബ്സ്റ്റൻസ് O2 ഫസ്റ്റ് വൺ. അതിൽ ഓക്സിജൻ അല്ല റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓക്സിജൻ അതിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? 1. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓക്സിജൻ O2 എന്ന് എഴുതിയതിൻ്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ പ്ലെയിനായി കിടക്കണം. അതിൻ്റെ മീനിങ് അവിടെ 1 എന്നാണ്. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് അവിടെ 1. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസോ, എത്ര നമ്പർ മോളിക്യൂൾ ഉണ്ടോ അത് ഇൻറ്റു ആ സബ്സ്ക്രിപ്റ്റ്. അപ്പോൾ 1 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദെൻ 2N2 അത് വേറൊരു സബ്സ്റ്റൻസ് നൈട്രജൻ. ദെൻ അവിടെ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്? നൈട്രജൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 2 മോളിക്യൂൾസ് ഉണ്ട് എന്നാണ്. ഓക്കെ, ദെൻ എത്ര ആറ്റംസ് ഉണ്ട്? അതിൽ ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കിടക്കുന്നത് ഏതാണോ? 2 ആണ്. സോ 2 × 2 മീൻസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ ടോട്ടൽ ആറ്റംസ് എത്ര ആയത്? 4 എണ്ണം. ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട്. അപ്പോൾ 2 മോളിക്യൂളിൽ 4 ആറ്റം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് 6Cl2. അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് 6. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് 6 ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് 6. അപ്പോൾ ഒരു ക്ലോറിനിൽ 2 ആറ്റം ഉണ്ട്. അപ്പോൾ 6 ക്ലോറിനിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? 6 × 2. വളരെ സിമ്പിളാണ്. 12 ആറ്റംസ് ഉണ്ട് അതിൽ. അതുപോലെ തന്നെയാണ് ദെൻ നെക്സ്റ്റ് വണ് 2He. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഒരു മോണോ ആറ്റോമിക് മോളിക്യൂളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ എത്രയാണോ നമ്പർ ഓഫ് മോളിക്യൂൾസ് അത്ര തന്നെ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. സോ 2 നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് ഈക്വൽ ടു 2. അതുപോലെ തന്നെയാണ് നമ്പർ ഓഫ് ആറ്റംസും. ദെൻ 5Na. അതും ഒരു മോണോ ആറ്റോമിക് മോളിക്യൂളാണ്. അവിടെയും നമ്പർ ഓഫ് മോളിക്യൂൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് 5. ദെൻ O3. അത് ഏതാണെന്ന് അറിയോ? അതാണ് ഓസോൺ ലെയർ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഓസോൺ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിൽ പഠിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. O3 എന്നാണ് ഓസോണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 1. അതിൽ എത്ര ആറ്റംസ് ഉണ്ട്? 1 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ദെൻ P4 ഫോസ്ഫറസ്. അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 1. ഇവിടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 1 സിമ്പിൾ ഒന്നുമില്ല, അവിടെ പ്ലെയിനായി എടുക്കുന്നു. അപ്പോൾ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 എന്നാണ്. ദെൻ റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 4 ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു 1 × 4 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ദാറ്റ്സ് ഓൾ എബൌട്ട് എങ്ങനെയാണ് മോളിക്യൂൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ ആറ്റംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു എലമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നും എത്ര ആറ്റംസ് ഉണ്ടെന്നും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. മോളിക്യൂൾസിനെ 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോണോ ആറ്റോമിക്, ഡയറ്റോമിക് ആൻഡ് പോളി ആറ്റോമിക്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ.
അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സ് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.